ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ 4th യൂണിറ്റിലെ പോയട്രി എന്ന പോയമാണ്. പാബ്ലോ നെരൂദയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയമാണ്. അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പോയം പറയുന്നത് പാബ്ലോ നെരൂദ എങ്ങനെയാണ് ഒരു പോയറ്റായി മാറിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിഗിനിങ് സ്റ്റേജ് ആസ് എ പോയറ്റ്, അദ്ദേഹത്തിൻ്റെ ബിഗിനിങ് സ്റ്റേജ് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഈ കവിത എഴുതാമെന്നുള്ളൊരു സ്റ്റേജ് അദ്ദേഹത്തിനുള്ളിലേക്ക് വന്നത് എന്നുള്ളതാണ് ഈ പോയട്രി എന്ന കവിതയിലൂടെ ഉദ്ദേശിക്കുന്നത്. It was at that age poetry arrived in search of me. I don't know where it came from winter or a river. I don't know how or when, nor they were not voices, they were not words, nor silence. From a street I was summoned, from the branches of night, abruptly from the others. ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത്, ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. ആ ഏജിലായിരുന്നു, ആ സമയത്തായിരുന്നു പോയട്രി എന്നെ തേടി വന്നത്. ആദ്യം തന്നെ എന്തോ പറയുന്നതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് നമുക്ക് ഈ പോയം പറഞ്ഞു തരുന്നത്. ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ്, ആ ഏജിലായിരുന്നു, ആ ഒരു കാലത്തിലായിരുന്നു പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ, പോയട്രി എന്നെ തേടിയെത്തിയത്. ഐ ഡോണ്ട് നോ വെയർ ഇറ്റ് കെയിം ഫ്രം, എനിക്കറിയില്ല അത് എവിടെ നിന്നാണ് വന്നത്. ഫ്രം വിൻ്റർ ഓർ എ റിവർ, മഞ്ഞിൽ നിന്നാണോ പുഴയിൽ നിന്നാണോ. ഐ ഡോണ്ട് നോ ഹൗ ഓർ വെൻ, എനിക്കറിയില്ല. അതുപോലെ തന്നെ ഹൗ, എങ്ങനെയാണ് അത് എന്നിലേക്ക് എത്തിയത്. വെൻ, എപ്പോഴാണ് എന്നിലേക്ക് എത്തിയത്, ഒന്നും എനിക്കറിയില്ല. നോ ദേ വെയർ നോട്ട് വോയിസസ്, ദേ വെയർ നോട്ട് വേർഡ്സ്, നോർ സൈലൻസ്, അതിന് ശബ്ദമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ദേ വെയർ നോട്ട് വേർഡ്സ്, അതിന് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അറ്റ് ദി സെയിം ടൈം ശബ്ദമില്ല, വാക്കുകളില്ല, എങ്കിൽ അത് സൈലൻ്റ് ആണെന്നും പറയാൻ പറ്റില്ല, അത് സൈലൻറ്റും ആയിരുന്നില്ല. ബട്ട് ഫ്രം എ സ്ട്രീറ്റ് ഐ വാസ് സമ്മൺഡ്, പക്ഷേ എനിക്കറിയാം ഞാൻ തെരുവിൽ നിന്നപ്പോഴാണ് അതെന്നിലേക്ക് എത്തിയത്. ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്, രാത്രിയുടെ ഏതോ ഒരു നിമിഷത്തിലാണ് അതെന്നിലേക്ക് എത്തിയത്. അബ്രപ്റ്റ്ലി ഫ്രം ദി അതേഴ്സ്, എന്നെ മറ്റുള്ളവരുടെ ഇടയ്ക്ക്, ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇടയ്ക്ക് നിൽക്കുന്ന സമയത്താണ് അതെന്നെ തേടിയെത്തിയത്. Among violent fires or returning alone, there I was without a face and it touched me. Among violent fires, ഇവിടെ violent fire എന്നൊക്കെ പറയുന്നത് പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ എന്തോ സമരം, പ്രതിഷേധം എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിലാണ്. അപ്പോൾ ഞാൻ തെരുവിൽ രാത്രിയിൽ കുറേ ആളുകൾക്കിടയിൽ എന്തോ ഒരു പ്രതിഷേധത്തിനിടക്ക് നിന്നപ്പോഴാണോ അതെന്നെ വിളിച്ചത്, അതോ റിട്ടേണിങ് എലോൺ, ഞാനിതെല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്ക് തിരിച്ച് പോകുന്ന സമയത്താണോ ഇതെന്നിലേക്ക് എത്തിയതെന്ന് എനിക്കറിയില്ല. ദെയർ ഐ വാസ് വിത്തൗട്ട് എ ഫേസ് ആൻഡ് ഇറ്റ് ടച്ച്ഡ് മീ. അന്ന് ആ ഒരു സമയത്ത് ഇതെങ്ങനെയാണ് എന്നിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് വന്നത്, ഇതിന് ശബ്ദമുണ്ടായിരുന്നു, അങ്ങനെ ഒന്നും തന്നെ എനിക്കറിയില്ല. പക്ഷേ ദെയർ ഐ വാസ് വിത്തൗട്ട് എ ഫേസ് ആൻഡ് ഇറ്റ് ടച്ച്ഡ് മീ, ആ പോയട്രി എന്നെ തേടി വന്ന സമയത്താണ് എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായത്. മീൻസ് ആ ഒരു സമയത്ത് പോയിട്ട് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു. ഈ പോയം അല്ലെങ്കിൽ ഈ പോയട്രി എഴുതാൻ തുടങ്ങിയ ആ ഒരു ബിഗിനിങ് തൊട്ടാണ് അദ്ദേഹത്തിനെ ആൾക്കാർ തിരിച്ചറിയുന്നതും അദ്ദേഹത്തിന് എന്തിനെതിരെയും പ്രതികരിക്കാനായിട്ടും എന്തിനെതിരെയും അല്ല എന്തിനെക്കുറിച്ച് വേണമെങ്കിലും എഴുതാനുള്ള ഒരു കഴിവ് കിട്ടിയ സമയത്താണ് അദ്ദേഹത്തിന് ഒരു ഐഡൻറ്റിറ്റി കിട്ടിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ വിത്തൗട്ട് എ ഫേസ് എന്ന് പറയുന്നത് അന്ന് അദ്ദേഹത്തിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഈ പോയട്രി അദ്ദേഹത്തിനെ തേടി വന്നത്. I did not know what to say. My mouth had no way with names. My eyes were blind and something started in my soul. Fever or forgotten wings, and I made my own way deciphering that fire. നോക്കിക്കേ, ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. ആ സമയത്ത് എനിക്ക് അറിയില്ല എന്താണ് എനിക്ക് അന്നേരം സംസാരിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. മൈ മൗത്ത് ഹാഡ് നോ വേ വിത്ത് നെയിംസ്, എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വാക്കുകളോ പേരുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ സമയത്ത്. മൈ ഐസ് വെയർ ബ്ലൈൻഡ്, എൻ്റെ കണ്ണുകളിൽ അന്ധകാരം നിറഞ്ഞിരുന്നു, ഇരുട്ട് നിറഞ്ഞിരുന്നു. ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ, എൻ്റെ ഉള്ളിൽ, എൻ്റെ ആത്മാവിൽ എന്തൊക്കെയോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഫീവർ ഓർ ഫോർഗോട്ടൺ വിങ്സ്, പനിയായിരുന്നു, അതോ ഞാൻ മറന്നു വെച്ച ഫോർഗോട്ട് ചെയ്ത എന്തെങ്കിലും ചിറകുകളായിരുന്നു. ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പോയട്രി അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ഈ പോയം എഴുതാൻ തുടങ്ങിയ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുറേ ചിന്തകളാണ്. കൺഫ്യൂസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ആ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ആ ഒരു സമയത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് ഈ ഫീവർ എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഫോർഗോട്ടൺ വിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു കഴിവ് ഉറങ്ങിക്കിടക്കുകയായിരുന്നു, അതിനെ അദ്ദേഹം പൊടി തട്ടി എടുത്തതാണ്.
അതാണ് ഈ ഫോർഗോട്ടൺ വിങ്സ്. അദ്ദേഹം മറന്നു വെച്ച ചിറകുകളാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു കഴിവുള്ളിലുണ്ട്. അതാണിപ്പോൾ ഉടലെടുത്ത് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ എന്തോ സംഭവിക്കുന്നത് പോലെ തോന്നിയെന്ന് പറയുന്നത് ഒരു മാറ്റം, എന്തോ ഒരു ചേഞ്ച് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. ആൻഡ് ഐ മെയ്ഡ് മൈ ഓൺ വേ ഡെസിഫറിങ് ദാറ്റ് ഫയർ. അപ്പോൾ ആ ഉള്ളിൽ ആ ഒരു കഴിവ് പുറത്തെടുക്കാം എന്നുള്ള ആ ഒരു ചിന്തയിൽ, അല്ലെങ്കിൽ ആ കഴിവ് പുറത്തേക്ക് അദ്ദേഹം അറിയാതെ പുറത്തേക്ക് വന്നപ്പോൾ ആ ഒരു ഫയർ, അല്ലെങ്കിൽ ആ ഒരു സ്കിൽ അദ്ദേഹം എന്ത് ചെയ്തു, അതിനെ വളർത്തിയെടുത്ത് അദ്ദേഹം ഐ മെയ്ഡ് മൈ ഓൺ വേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴി വെട്ടിയെടുത്തു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്ലിയറായി, അദ്ദേഹത്തിൻ്റെ വേ അദ്ദേഹത്തിന് ക്ലിയറായി എന്നാണ് പറയുന്നത്. And I wrote the first faint line, faint without substance, pure nonsense, pure wisdom of someone who knows nothing. And suddenly I saw the heavens unfastened and open, planets palpitating, plantations, shadow perforated, riddled with arrows, fire and flowers, the winding night, the universe. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ആൻഡ് ഐ റോട്ട് ദ ഫസ്റ്റ് ലൈൻ, ഞാൻ എൻ്റെ ഫസ്റ്റ് ലൈൻ എഴുതി. അത് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഫെയിൻറ്റ് ലൈൻ, ഫെയിൻറ്റ് ഭയങ്കര വ്യക്തമല്ലാത്ത, മങ്ങിയ എന്നൊക്കെ അർത്ഥം വരുന്ന ഫെയിൻ്റ് ആയിട്ടുള്ള അവ്യക്തമായ ഒരു ലൈനായിരുന്നു അദ്ദേഹം ഏറ്റവും ആദ്യം എഴുതിയത്. വിത്തൗട്ട് സബ്സ്റ്റൻസ്, അതിന് ഒരു മീനിങ്, ഒരർത്ഥമൊന്നും ഉണ്ടായിരുന്നില്ല. പ്യുവർ നോൺസെൻസ്, വിഡ്ഢിത്തരം, ശുദ്ധ മണ്ടത്തരം എന്ന് തന്നെ പറയാം. പ്യുവർ വിസ്ഡം ഓഫ് സമ്മൺ ഹു നോസ് നത്തിങ്. അറ്റ് ദി സെയിം ടൈം നമുക്ക് ഇങ്ങനെയും പറയാം, ഒന്നും അറിയാത്ത ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് ഉടലെടുത്ത എന്തോ ഒന്ന് അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണെന്നും വേണമെങ്കിൽ പറയാം. ആൻഡ് സഡൻലി ഐ സോ ദ ഹെവൻസ് അൺഫാസ്റ്റൻഡ് ആൻഡ് ഓപ്പൺഡ്. പിന്നെ അദ്ദേഹം പറയുന്നത്, എഴുതി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ സ്വർഗം തന്നെ അൺഫാസ്റ്റൻ ചെയ്യപ്പെട്ടു, ഓപ്പൺ ചെയ്യപ്പെട്ടു. ദെൻ അദ്ദേഹം കണ്ടു എന്തിനെയൊക്കെ? പ്ലാനറ്റ്സിനെ കണ്ടു, ഗ്രഹങ്ങളെ കണ്ടു. പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ്, താഴെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന താഴ്വാരങ്ങൾ അല്ലെങ്കിൽ തോട്ടങ്ങൾ അദ്ദേഹം കണ്ടു. ആൻഡ് ഷാഡോ പെർഫറേറ്റഡ് റിഡിൽഡ് വിത്ത് ആരോസ്, അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ഷാഡോ, അദ്ദേഹത്തിന് മുന്നിൽ ഒരു മറയുണ്ടായിരുന്നത്. ആരോസ് എങ്ങനെയാണ്, ഈ ഷാഡോ വീണ് കിടക്കുന്നിടത്ത് ഒരു ആരോ ഇങ്ങനെ കുത്തി അതിനുള്ളിലേക്ക് വെളിച്ചം വരില്ലേ, ആ രീതിയിലാണ് അദ്ദേഹത്തിനുള്ളിലേക്ക് ഈ പോയട്രി വന്നത്. ആൻഡ് ഫയർ ആൻഡ് ഫ്ലവേഴ്സ്, അറ്റ് ദി സെയിം ടൈം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഫയർ. ഈ ഫയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമരങ്ങളാവാം, അന്നത്തെ കാലത്ത് നടന്ന പ്രൊട്ടസ്റ്റുകൾ, പ്രതിഷേധങ്ങളൊക്കെ ആവാം. അപ്പോൾ അത് അദ്ദേഹം കണ്ടു. ആൻഡ് അറ്റ് ദി സെയിം ടൈം ഫ്ലവേഴ്സൊക്കെ ഒരു സമാധാനത്തിൻ്റെ സയൻസാണ്. അപ്പോൾ അങ്ങനെ ഫ്ലവേഴ്സിനെ കണ്ടു. ദെൻ വിൻഡിങ് നൈറ്റ്, കാറ്റ്, നല്ല ശക്തമായ കാറ്റുള്ള രാത്രികൾ കണ്ടു. ആൻഡ് ദ യൂണിവേഴ്സ്, ഈ ലോകം മൊത്തം അദ്ദേഹം കണ്ടു. അതായത് ഒരു പോയറ്റായി കഴിയുമ്പോൾ എന്താണ്, എന്തിലും കവിത കാണാം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അദ്ദേഹം പ്ലാനറ്റ്സ് കണ്ടു, പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ് കണ്ടു, ഫ്ലവേഴ്സ്, അറ്റ് ദി സെയിം ടൈം ഫയർ കണ്ടു. അങ്ങനെ ഈ യൂണിവേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം കണ്ടു. അതായത് അദ്ദേഹം എല്ലാം കണ്ടു, എല്ലാത്തിനെയും ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ദെൻ ആൻഡ് I, infinitesimal being, drunk with the great starry void likeness image of mystery, felt myself a pure part of the abyss. I wheeled with the stars, my heart broke loose with the wind. നോക്കിക്കേ, ആൻഡ് ഐ ഇൻഫിനിറ്റിസിമൽ ബീയിങ് ഡ്രങ്ക് വിത്ത് ദ ഗ്രേറ്റ് സ്റ്റാറി വോയിഡ്. ഞാൻ എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു? ഒരു നിസാരക്കാരനായ ഒരു വ്യക്തിയായിരുന്നു, ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ഞാൻ എങ്ങനെയായി മാറി? ഡ്രങ്ക് വിത്ത് ദ ഗ്രേറ്റ് സ്റ്റാറി വോയിഡ്. ഈ നക്ഷത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ ആകാശത്തിനെ വരെ കുടിക്കുക, മീൻസ് അതിനെ വരെ കാണാൻ, അതിനെ വരെ വേറൊരു കണ്ണിലൂടെ കാണാനുള്ള കഴിവുള്ള വ്യക്തിയായിട്ട് മാറി. അതുപോലെ ലൈക്നെസ് ഇമേജ് ഓഫ് മിസ്റ്ററി, നിഗൂഢതകളൊക്കെ, അതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഇമേജസൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ഫെൽറ്റ് മൈസെൽഫ് എ പ്യുവർ പാർട്ട് ഓഫ് ദി അബീസ്. അറ്റ് ദി സെയിം ടൈം എനിക്ക് എന്താണ്, അബീസ്, പാതാളത്തിനെക്കുറിച്ച് വരെയുള്ള കാഴ്ചപ്പാട് എൻ്റെ ഉള്ളിലുണ്ടായി. അതായത് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? മേലെ നമുക്ക് ആകാശവും താഴെ ഭൂമി, അല്ലേ? അതിൻ്റെ അടിയിൽ പാതാളം ഉണ്ടെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു, ഒരു അഗാധമായ ഗർത്തമുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സാധാരണക്കാരനായ മനുഷ്യനായിരുന്ന ഞാൻ എന്ത് ചെയ്യുന്നു? ഈ യൂണിവേഴ്സിനെ പറ്റിയിട്ട്, അതായത് സെയിം ടൈം ആകാശത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഈ അഗാധ ഗർത്തങ്ങളെ പറ്റിയിട്ടും വരെ എഴുതാൻ, അല്ലെ അതിനെ വരെ നിരീക്ഷിക്കാനുള്ള ഒരു കഴിവിലേക്ക് ഞാൻ ഉയർന്നു.
ഐ വീൽഡ് വിത്ത് ദ സ്റ്റാർസ്. ഞാൻ നക്ഷത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി. മൈ ഹാർട്ട് ബ്രോക്ക് ലൂസ് ഓൺ ദി വിൻഡ്. എൻ്റെ ഹൃദയം ഈ കാറ്റത്ത് ഇങ്ങനെ സ്വതന്ത്രമായി പറന്ന് നടക്കാൻ തുടങ്ങി. അതായത് എല്ലാത്തിനെയും ആസ്വദിച്ച് എല്ലാത്തിനെയും പറ്റി ചിന്തിച്ച് അതിനെപ്പറ്റിയൊക്കെ എഴുതി തുടങ്ങി. അങ്ങനെ ഒരു ഗ്രേറ്റ് പോയറ്റായിട്ട് മാറിയ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ എത്തി. അതാണ് ഈ ഒരു കവിതയിലൂടെ പാബ്ലോ നെരൂദ പറയുന്നത്. ഒന്നും അല്ലാതിരുന്ന, അല്ലെങ്കിൽ ആദ്യം എഴുതിയ ലൈനുകളെല്ലാം അവ്യക്തമായിരുന്ന ഒരു പോയറ്റ് എങ്ങനെയാണ് പിന്നെ ഇതിനെയൊക്കെ നിരീക്ഷിച്ച് എല്ലാത്തിനെയും പറ്റി ചിന്തിച്ച് ഫ്രീ ആയിട്ട് എഴുതാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് പോയറ്റായിട്ട് മാറിയത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പോയട്രി എന്ന് പറയുന്ന ആ ഒരു ഗിഫ്റ്റ് എങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് വന്നത്, അതാണ് അദ്ദേഹം ഈ കവിതയിലൂടെ ഉദ്ദേശിക്കുന്നത്.